കൊറോണ സമയത്ത് നമ്മളിങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്താണ് എന്താ പറയുക കച്ചവടം ഒക്കെ 2 മാസം കൂട്ടി നിന്നപ്പോൾ പെരിയിൽ നിൽക്കുന്ന സമയത്താണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 10-30 രാജ്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ലൈവ് ഇടും. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് അവരെ പേര് പ്രത്യേകം പറഞ്ഞു, റഷീദ് എന്ന് പറഞ്ഞ കോളേജ് പഠിച്ചോളാം, നിനക്കൊരു യൂട്യൂബ് ചാനൽ ഇട്ട് തുടങ്ങിയാൽ അത് കുറെ കാലം ഞാൻ എന്നെ കണ്ട് ആസ്വദിക്കാറ്. അങ്ങനെ ഞാൻ ബുക്ക് ആൻഡ് പേപ്പർ മുസ്തു പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്നിട്ട് ഞാൻ പോണ ടൂറുകളൊക്കെ ഇട്ടു. റോമിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ പോണിട്ട് അൽഹംദുലില്ലാ ഞാനും എന്റെ ഭാര്യയും മാത്രം കണ്ടു, വേറെ ആരും കണ്ടില്ല, കാരണം ആരും കാണുന്നില്ല. പിന്നെ രണ്ടാമത് ഞാൻ ഒന്നും കൂടെ വെറൈറ്റി ആക്കിയിട്ട് വെനീസിലൂടെ പോണതിട്ടു. അത് സത്യം പറയാണെങ്കിൽ ഓളം മീൻ കണ്ടു, എന്റെ ഏട്ടന്റെ ഭാര്യ കണ്ടു, അങ്ങനെ 4-5 ആൾക്കാർ. അപ്പൊ എനിക്ക് ആകെ ചടച്ചൊരു സമയമാണ് സത്യം പറയുകയാണെങ്കിൽ. ഒരു 10-30 വീഡിയോ ഇട്ടപ്പോഴും കണ്ട ആളുകളെ എണ്ണം 30-40 100ഒക്കെയാണ്. 100 ആളൊക്കെ കണ്ടപ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ട് ഗുജറാത്ത് വിസിറ്റ് ഒരു കമ്പനിയിൽ ഫുള്ള് റിമോട്ട് കൺട്രോളാണ്, റിമോട്ടാണ് ലോഡിംഗ് ഒക്കെ നടത്തുന്നത്, റോബോട്ട്. അപ്പൊ ഞാൻ എങ്ങനെ നേരെ ആ വീഡിയോ മൊബൈലിൽ ഇങ്ങനെ ശരിക്കും വീഡിയോ എടുക്കേണ്ടത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ആ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് കണ്ടില്ലേന്ന് പറഞ്ഞിട്ടു 1200 കോടിയുടെ ഷോറൂം ഫാക്ടറി ആ വീഡിയോ ഇട്ടു. ആ വീഡിയോ അങ്ങ് കത്തിക്കേറി കുറെ ചീത്തയും കേട്ടോ. അതിൽ ക്യാമറ എങ്ങനെയാ പിടിക്കല്, ക്യാമറ പിടിക്കാൻ അറിയില്ലേ, ഏതാടാ മേസൻ 1200 കോടിയുടെ കമ്പനി ഒരൊറ്റ മൊബൈലോട് നശിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പേരും അതിലെ തെറി കണ്ടിട്ട് എന്റെ വൈഫിനോട് ചോദിച്ചു, എന്തിനാ ഉസ്താ കയ്യിൽ തെറിയേക്കണം, ഞാൻ തന്നെ നിങ്ങൾ ഇഷ്ടംപോലെ തെറി പറഞ്ഞില്ലേ, എന്തിനും നാട്ടുകാരെ തെറി അത്രത്തോളം അങ്ങനെ കമന്റ് ഓഫ് ആക്കിട്ടു. പക്ഷെ 4-5 ലക്ഷം ആളുകൾ കണ്ട് ഓട്ടോമാറ്റിക് എന്റെ ചാനൽ 10K ആയി.